40,000 തൊഴിലവസരങ്ങളാണ് ഈ ഒരു MLA കാരണം കേരളത്തിന് നഷ്ടമായത്. നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നതിന് സമാനമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കോടതി എന്നൊരു സംവിധാനമില്ലെങ്കിൽ എന്തായിരിക്കും? ജയിലുകൾ നിറഞ്ഞേന്. ബ്രിട്ടീഷുകാർ ചെയ്ത മാതിരി ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ആളുകളെല്ലാം പിടിച്ച് ഒരു ജയിലിലടച്ചേന്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് അയാളെന്ന് മാത്രമല്ല, LDFന്റെ ഏത് നേതാക്കന്മാരായിക്കോട്ടെ, അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഞങ്ങൾ അത് ബഹിഷ്കരിക്കും. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഈ കേരളത്തിൽ നടക്കുന്നത് ഒരു ഇതി അമീൻ മോഡൽ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മനുഷ്യർക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, പ്രതികരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, പ്രതിഷേധിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെയൊക്കെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, പോലീസിനെ വെച്ച് അടിച്ചമർത്തുന്ന ഒരു ഭരണ സംവിധാനം. ഇത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ നടന്ന പല ജനകീയ സമരങ്ങളിലും നടന്നിരിക്കുന്ന സംഭവം അതാണിത്. അതായത് ഇവിടെ ഒരു പാർട്ടി മാത്രം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന, അവർക്ക് ഓശാന പാടുന്ന ആളുകളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് അവരെ ആരെതിർക്കുന്നോ, ആരെതിരായിട്ട് അഭിപ്രായം പറയുന്നോ, അവർ ചെയ്യുന്ന വൃത്തികേടുകൾ ചൂണ്ടിക്കാണിക്കുന്നോ, അവരെയൊക്കെ അധികാര ദുർവിനിയോഗം ചെയ്ത് അടിച്ചമർത്തി കേസെടുത്ത് ഭീഷണിപ്പെടുത്തി അവർ വീണ്ടും അടുത്തൊരു ഭരണത്തിലേക്ക് വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആശ്രിത നിയമനങ്ങൾ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നിയമസഭയിൽ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നുണ്ട്, പാർലമെന്റിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇനി അങ്ങേയറ്റം മാധ്യമങ്ങളെ നമുക്കറിയാം, മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് പ്രതിഷേധിക്കാനായിട്ടുള്ള അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളാണത്. ഒരു MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അവർ വരുന്ന വേദികളിൽ ഇവിടുത്തെ ആരുമായിക്കോട്ടെ അവരവിടെ ഇരുന്നു കൊള്ളണം, അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്? നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നതിന് സമാനമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കാണ് കടന്നു കയറുന്നത്. അത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇനിയായാലും അയാളെന്ന് മാത്രമല്ല, LDFന്റെ ഏത് നേതാക്കന്മാരായിക്കോട്ടെ, അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഞങ്ങൾ അത് ബഹിഷ്കരിക്കും. കാരണം ഞങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന, ഈ പാർട്ടി ഇല്ലാതാക്കാൻ നടക്കുന്ന ആ പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പ്, പ്രതിഷേധമാണ് ഞങ്ങളവിടെ രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല, നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും. ഇപ്പോൾ ഇവിടെ കോടതി എന്നൊരു സംവിധാനമില്ലെങ്കിൽ എന്തായിരിക്കും? ജയിലുകൾ നിറഞ്ഞേന്. ബ്രിട്ടീഷുകാർ ചെയ്ത മാതിരി ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്ന, പ്രതികരിക്കുന്ന ആളുകളെല്ലാം പിടിച്ച് ഒരു ജയിലിലടച്ചേന്. അപ്പം മനുഷ്യൻ്റെ പ്രതിഷേധിക്കാനായിട്ടുള്ള അവകാശം തന്നെ നിഷേധിച്ചുകൊണ്ട്, പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ജയിലിലടച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നേരിടും. ഇനി ഈ ഒരു മനുഷ്യൻ കാരണം ഇന്ന് നിങ്ങൾക്കറിയാം 3500 കോടി രൂപയുടെ നിക്ഷേപമാണ് ഞാൻ തെലങ്കാനയിലേക്ക് കൊണ്ടുവരുന്നത്. 40,000 തൊഴിലവസരങ്ങളാണ് ഈ ഒരു MLA കാരണം കേരളത്തിന് നഷ്ടമായത്. ഇവിടുത്തെ ചെറുപ്പക്കാര്, യുവതി യുവാക്കൾക്കാണ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്തുന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആരാണ് കേരളത്തിൽ നിൽക്കുന്നത്? ഗതികേട് കൊണ്ട് ഈ രാഷ്ട്രീയക്കാരെയും വൃത്തികെട്ട സംവിധാനത്തിനെയും ഒക്കെ മടുത്തുകൊണ്ട് രാജ്യം വിട്ടുകൊണ്ടിരിക്കുകയാണത്. ആരാണ് ഉത്തരവാദി? ഞാനാണ് ഉത്തരവാദി. അപ്പോൾ ഇവിടെ മാറി മാറി ഭരിച്ച ഇതുപോലെയുള്ള വികൃതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കന്മാരുമാണ് ഒരു ഉത്തരവാദി. ഇപ്പൊ കേരളത്തിന് 40,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന കുന്നത്തുനാട് MLA ആണ്. അപ്പോൾ നഷ്ടപ്പെടാൻ ഇവിടുത്തെ മലയാളികൾക്കും
നമ്മുടെ കേരളത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി ഇതുപോലെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താനായിട്ടുള്ള രീതിയിൽ നമ്മൾ മാറണം, ചിന്തിക്കണം. അല്ലെങ്കിൽ കേരളം വലിയൊരു വിപത്തിലേക്ക് പോകും എന്ന് മാത്രമാണ് ഈ സംഭവത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്.